إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസിയ്യത്ത് നൽകുന്നു. മനുഷ്യന്റെ അവന്റെ എല്ലാ ആസ്വാദനങ്ങളെയും അവന്റെ എല്ലാ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും മുറിച്ചു കളയുന്നൊരു സന്ദർഭം മനുഷ്യന് വരാനുണ്ട്. ആ സന്ദർഭത്തെ കുറിച്ച് മനുഷ്യൻ പലപ്പോഴും അജ്ഞതയിലാണ്. എന്നാൽ ആ സന്ദർഭത്തെ ആരും എതിർക്കാറില്ല, നിഷേധിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുന്ന വിശ്വാസികളാകട്ടെ, അതല്ലാത്ത നിരീശ്വര നിർമ്മതവാദികളാകട്ടെ, ആരും തന്നെ നിഷേധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതാണ് സഹോദരങ്ങളെ മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും, വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്. മരണവെപ്രാളം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നിരിക്കുന്നു. ദാലിക മാ കുൻത മിൻഹു തഹീദ്. അതിൽ നിന്ന് നീ ഒളിച്ചോടുന്നവനായിരുന്നു. അതിൽ നിന്ന് ഏതിൽ നിന്നാണോ നീ ഒളിച്ചോടുന്നത്, അതാ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സമയം, സഹോദരങ്ങളെ, വയസ്സ് അത് ഒരുപാട് കഴിഞ്ഞു പോകുന്നു. യുവത്വ കാലഘട്ടം അവസാനിക്കുന്നു. അതേ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു പല ആളുകളും. പലരും വാർദ്ധക്യം അതിന്റെ മൂത്ത അവസ്ഥയിലായിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ മരണമെന്നുള്ളത് സഹോദര, അത് ചെറുതാണോ വലുതാണോ, വയസ്സുണ്ടോ വയസ്സില്ലേ എന്നുള്ളതിൽ വ്യത്യാസമില്ല. അതേ സമയത്തും ഒന്നെത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്ന മിൻ ഇഖ്തിറാബി സ്സാഅത്തി അൻ യദ്ഹറ മൗതുൽ ഫജഅ. അവസാന നാളിന്റെ അടയാളമാണ്. ശ്രദ്ധിക്കണം, അവസാന നാളിന്റെ അടയാളമാണ് പെട്ടെന്നുള്ള മരണങ്ങൾ. നമുക്ക് കാണാൻ സാധിക്കും. യുവാക്കൾ, 15 വയസ്സുള്ള ആളുകൾ, 20, 25, 30 വയസ്സുള്ള ആളുകൾ രാത്രിയിൽ ഉറങ്ങുന്നു. തന്റെ കുടുംബക്കാരോട് സലാം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ആ രാത്രി കളിച്ചുകൊണ്ട് വിനോദങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് ആ രാത്രിയിൽ ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ എണീക്കാൻ സാധിക്കുന്നില്ല. അടുത്ത ദിവസം അവൻക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പല സ്ഥലത്ത് പോകേണ്ടവനായിരുന്നു. പല ആളുകളും പല വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നിറവേറ്റാനുള്ള ജീവൻ അവനിക്കില്ല. എന്താണ് സഹോദരങ്ങളെ കാരണം? അവൻ മരിച്ചിരിക്കുന്നു. അവന്റെ ശരീരം തണുത്തുറച്ചിരിക്കുന്നു. ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേ സഹോദര, അതുപോലൊരു അവസ്ഥ ഏതൊരു മനുഷ്യനും വരും. അതിന്റെ സമയം മനുഷ്യന് അറിയുകയില്ല എന്ന് മാത്രം. സഹോദര, അതുകൊണ്ട് തന്നെ മരണത്തെ കുറിച്ച് ചിന്തിക്കുക. മരണം ഒരു മനുഷ്യന് ഉപദേശകനായി മതിയെന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. കഫാ ബിൽ മൗതി വഇള. ഒരുത്തന് ഉപദേശകനായി കൊണ്ട് മരണം മാത്രം മതി. ദുനിയാവിന് കൂടുതൽ ആഗ്രഹമുണ്ടോ? നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ സഹോദര. നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ 70, 80 വർഷം കഴിഞ്ഞ് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിന്റെ മരണം അടുത്ത നിമിഷത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അടുത്ത നിമിഷത്തിലായിരിക്കും സഹോദര നിന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുന്ന സന്ദർഭം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യത്തഇദ് ബിൽ മൗത്ത് ഫലാ വാഇദ ലഹു. ഒരാൾക്ക് മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിൽ തെക്ക് വർദ്ധിക്കുന്നില്ലെങ്കിൽ,
അവൻക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നില്ലെങ്കിൽ, പരലോകത്തിനെ കുറിച്ച് പ്രവർത്തിക്കണമെന്നുള്ള ചിന്ത വരുന്നില്ലെങ്കിൽ അവൻക്ക് മറ്റൊരു ഉപദേശകനില്ല, അവൻക്ക് മറ്റൊരു ഉപദേശവും ഉപകാരപ്പെടുകയില്ല എന്നർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും, അസ്സഈദു മൻ വഅദ ബിഗൈരിഹി, സൗഭാഗ്യമുള്ളവൻ, പരലോകത്തും ഇഹലോകത്തും സൗഭാഗ്യമുള്ളവൻ, നല്ല ജീവിതമുള്ളവന്റെ പ്രത്യേകത എന്താണ്? അവൻ ബാക്കിയുള്ളവരെ കൊണ്ട് ഉപദേശം ലഭിക്കുന്നവനാകും. എന്ന് പറഞ്ഞാൽ ഒപ്പമുള്ള ആളുകളുടെ മരണം, സുഹൃത്തുക്കളുടെ മരണം, കുടുംബക്കാരുടെ മരണം, മക്കളുടെ മരണം, അത് തന്റെ ജീവിതത്തിന് സ്വാധീനിക്കും. അതേ, ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. എന്താണ് സഹോദരങ്ങളെ കാരണം? ഒരു യാത്ര പോയതാണോ? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് യാത്ര പോയതാണ്. പരലോകത്തിലാണ് അവരുടെ ജീവിതം ഇപ്പോൾ ഉള്ളത്. സഹോദരങ്ങൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, പ്രവാചകരെ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, തീർച്ചയായിട്ടും മരണമെന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കുന്ന ഒന്നാണ്. ഏത് മനുഷ്യനും മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ പോയിട്ട് അതിന്റെ ദിവസത്തിലേക്ക് അടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് സഹോദരങ്ങളെ കാരണം? അവന്റെ അടുക്കൽ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾക്ക് പകരമായി കൊണ്ടുവെക്കാൻ സാധിക്കുന്ന ഇബാദത്തുകളില്ല. അവന്റെ ഒഴിവു സമയങ്ങൾ ഹറാമുകളിലായിരുന്നു, വൃത്തികേടുകളായിരുന്നു. കണ്ണുകൊണ്ട് കണ്ട വൃത്തികേടുകൾ, ചെവി കൊണ്ട് കേട്ട വൃത്തികേടുകൾ, കൈകാലുകൾ കൊണ്ട് പ്രവർത്തിച്ച വൃത്തികേടുകളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യേണ്ട കൈകാലുകൾ കൊണ്ടതാ അവൻ ഹറാമുകളാണ് പ്രവർത്തിച്ചത്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടാവുക, അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയമുണ്ടാവുക, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള അവസരം ലഭിക്കുക? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മരണമെന്നുള്ളത് നിങ്ങൾ ഓടി ഒളിക്കുന്ന ഒന്നാകുന്നു. എന്നാൽ മരണത്തിന്റെ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ? ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എത്ര ഓടി ഒളിച്ചാലും ആ മരണം നിങ്ങളുടെ അടുത്തേക്ക് വരും. ثم تردون الى عالم الغيب والشهاده, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കും. എല്ലാ അദൃശ്യങ്ങളും അറിയുന്നവൻ, ആളുകളെ കാണിക്കാതെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, മനസ്സിൽ കൊണ്ട് നടന്ന തിന്മകൾ, ആരും അറിയാതെ റൂമിനുള്ളിൽ ചെയ്ത കാര്യങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട്. അവന്റെ അടുക്കലേക്ക് നിങ്ങൾ എത്തിക്കും. ഫയുനബ്ബിഉക്കും, ആ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തും. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറയും. എന്തുകൊണ്ട് നീ ഇത് പ്രവർത്തിച്ചു, എന്തുകൊണ്ട് നീ ഇത് പ്രവർത്തിച്ചു? സഹോദര, മരണം സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പറയുന്നത് ഹൃദയത്തിൽ നിന്നുള്ള ബ്ലഡ് അത് തലച്ചോറിലേക്ക് എത്തിയാൽ ഒരാളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. മനുഷ്യനത ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ദിവസേന നടത്തുന്നു. എന്നാൽ എന്താ സഹോദരങ്ങൾ, ഒരു മനുഷ്യനിൽ നിന്നും അവന്റെ മരണത്തെ തടുത്ത് നിർത്താൻ സാധിക്കാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ടുവരും. ഐനമാ തകുനു യുദ്രിക്കുമുൽ മൗത്ത്, എവിടെയായിരുന്നാൽ നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കെട്ടുറപ്പുള്ള ഒരു വലിയ കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും, ആർക്കും കടക്കാൻ സാധിക്കാത്ത, ആർക്കും ആ കോട്ട ഭേദിക്കാൻ സാധിക്കാത്ത അത്രത്തോളം കെട്ടുറപ്പുള്ള ഒരു കോട്ടയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും നിങ്ങളുടെ മരണത്തിന് സമയമായാൽ ആ മരണം നിങ്ങളുടെ അടുക്കലേക്ക് വരും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ സമയത്ത് നമ്മൾ ഹറാമിലാണെങ്കിലോ വൃത്തികേടിലാണെങ്കിലോ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണെങ്കിലോ നമ്മൾ മുഴുകിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ മരണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചതായി കാണാൻ സാധിക്കും. മരണത്തെ നിങ്ങൾക്ക് തടുക്കാൻ സാധിക്കുമെങ്കിലും തടുക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച് നടക്കുന്ന പല ആളുകളെ നാട്ടിൽ കാണാൻ സാധിക്കും. നിരീശ്വരവാദികൾ, ഇവരെ കാണാൻ സാധിക്കും. ഇവർക്കെല്ലാമുള്ള ഒരു വെല്ലുവിളിയാണത്. കുൽ ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത്ത്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്വന്തം നഫ്സിൽ നിന്ന്, ബാക്കിയുള്ള ആളുകളെ പറഞ്ഞിട്ടില്ല, നിന്റെ കുടുംബക്കാരുടെ എന്ന് പറഞ്ഞിട്ടില്ല. ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത്ത്, സ്വന്തം നഫ്സിൽ നിന്ന് മരണത്തെ നിങ്ങൾ തടയുക. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ. സാധിക്കുകയില്ല സഹോദരങ്ങളെ. ആ സമയത്ത് കഴിഞ്ഞാൽ ആർക്കും അതിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അന്ന് ആ അവസ്ഥ എത്തി കഴിഞ്ഞാൽ അവൻ പറയും, ഹത്താ ഇദാ ജാ അഹദുകുമുൽ മൗത്ത്,
നിങ്ങളിൽ നിന്നും അവരിൽ നിന്നും ഒരാൾക്ക് മരണമെത്തിയാൽ അവൻ പറയും ഖാല റബ്ബിർജിഊൻ, റബ്ബേ എന്നെ മടക്കണമെന്ന്. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ച, ഞാൻ വീഴ്ചകൾ വരുത്തിയ ഇബാദത്തുകൾ എനിക്ക് ചെയ്യണം. വീഴ്ചകൾ വരുത്തിയ ഇബാദത്തുകൾ, നിസ്കാരങ്ങൾ, വിശ്വാസകാര്യങ്ങൾ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്തത്, അതിൽ നിന്ന് തൗബ ചെയ്യാൻ റബ്ബേ എനിക്കൊരു അവസരം തരണം. സമയമെത്തിക്കഴിഞ്ഞാൽ അവൻ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വാക്ക് മാത്രമാകുന്നു, അവൻ പറഞ്ഞൊരു വാക്ക് മാത്രമാകുന്നു, അതുകൊണ്ട് അവർക്ക് ഉപകാരമുണ്ടോ? ഇല്ല സഹോദരങ്ങളെ. ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, മറ്റൊരു സമൂഹം പറയും, അല്ലാഹുവേ തൊട്ടടുത്തൊരു അവധിയിലേക്ക് എന്റെ അവധി മാറ്റി നൽകണം, അല്ലാഹുവേ തൊട്ടടുത്തൊരു അവധിയിലേക്ക് എന്റെ അവധി മാറ്റി നൽകണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ അടുക്കലേക്ക് ആ ദിവസം വരുന്ന സന്ദർഭത്തെ കുറിച്ച്. അതാ മലക്കുകൾ നിന്റെ അടുക്കലേക്ക് ഇറങ്ങുന്നു. നിന്റെ അടുക്കൽ നന്മകളില്ല, തിന്മകൾ മാത്രമാണെങ്കിൽ സഹോദര നമ്മളും ഇതുപോലെ പറയില്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ബുദ്ധിയുള്ളവൻ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നമ്മൾ ബുദ്ധിയുടെ മാനദണ്ഡമായിക്കൊണ്ട് പല കാര്യങ്ങൾ അളക്കാറുണ്ട്. എന്താണ് സഹോദരങ്ങൾ ബുദ്ധിയുടെ മാനദണ്ഡം? ഇന്നൊരു വ്യക്തി ബുദ്ധിയുള്ളവനാണെന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ്? അവൻ ഇന്ന ഡിഗ്രി, ഇന്ന വിഷയത്തിൽ ഇത്ര മാർക്ക് നേടിയിട്ടുണ്ട്, അവൻ ഇന്ന സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്, അവൻ ഇന്ന കച്ചവടത്തിൽ ഇത്ര ലക്ഷ്യങ്ങൾ ഇത്ര സമയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ബുദ്ധിയുടെ മാനദണ്ഡമായിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ കണക്കാക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബുദ്ധിയുള്ളവൻ ആരാണ്? മൻ ദാന നഫ്സഹു, സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്തവൻ. ആ ദിവസം വരുന്ന സ്വന്തം നഫ്സിനെ, സ്വന്തം മനസ്സിനെ, എന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം കുറവുണ്ട് എന്ന് നോക്കിയവൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ചവൻ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ്? 5 വക്ത് നമസ്കാരം അത് മസ്ജിദിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി കൊണ്ട് സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം സഹോദരങ്ങളെ. എന്ന് മാത്രമല്ല, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാളതാ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലെ മൻ അക്കിയസുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത്, ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്. വഅക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തയ്യാറാകുന്നവനാണ്. അതെ, തയ്യാറാവാറുണ്ട്. നമ്മൾ ഇന്റർവ്യൂവിന് തയ്യാറാവാറുണ്ട്, എക്സാമിന് തയ്യാറാവാറുണ്ട്. ഒരുപക്ഷെ നിമിഷങ്ങൾക്ക് ശേഷം വരുന്ന മരണത്തിന് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നിമിഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ വരാനുള്ള മരണത്തിന് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? സഹോദരങ്ങളെ, ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈകൽ അഖിയാസ്, അക്കൂട്ടരാവുന്ന ബുദ്ധിയുള്ളവർ ഇത്തരത്തിൽ സമ്പത്ത് ഉണ്ടാക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്. ദീനിന്റെ നിയമങ്ങളെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ് എന്നല്ല പറഞ്ഞത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മരണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവൻ, മരണത്തിന് വേണ്ടി തയ്യാറാകുന്നവൻ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനുവേണ്ടി തയ്യാറാവുക. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഭരണാധികാരി, ലോകത്തിന്റെ ഏകദേശം 1/3 ഭാഗം ഉണ്ടായിരുന്ന ആ സമയത്തായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അദ്ദേഹം എല്ലാ രാത്രിയിലും അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ബാഗ്ദാദിലെ എല്ലാ ഫുഖഹാക്കളെയും പണ്ഡിതന്മാരെയും അദ്ദേഹത്തിന്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടും, അല്ലെങ്കിൽ വീട്ടിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പരസ്പരം ചർച്ച ചെയ്യും. അത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. കച്ചവടത്തിനെ കുറിച്ച്, മോന്റെ ഭാവിയെക്കുറിച്ച്, മക്കളുടെ ദുനിയാവിന്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ട്. നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ച്, ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, സ്വന്തം പരലോകത്തെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ് സഹോദരങ്ങൾ സത്യം. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരന്മാരുടെ നസീഹത്തോടു കൂടി പറയാനുള്ളത്, ഇനിയുള്ള ജീവിതമെങ്കിലും നന്നാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം നിന്റെ അടുക്കലേക്ക് ഏത് സമയവും നിന്റെ മരണം വന്നെത്താം. നമുക്ക് കാണാൻ സാധിക്കും, പല സുഹൃത്തുക്കളും, ഒപ്പം ജീവിച്ച പല സുഹൃത്തുക്കളും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അവർ മരിച്ചിരിക്കുന്നു. ആ യാഥാർത്ഥ്യം അവർ അറിഞ്ഞിരിക്കുന്നു. അതെ, നമ്മുടെ അടുക്കലേക്ക് അതാ അടുത്തതായ ആ മരണം അടുത്തുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങൾ മരിക്കുന്ന രംഗം അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ
ഒരു വിശ്വാസിയായ മുഅ്മിൻ, ഒരടിമ, അദ്ദേഹത്തിന്റെ ഇദാ കാന ഫീ ഇൻഖിതാഅ മിന ദുനിയ ഇഖ്ബാല അലൽ ആഖിറ നസല ഇലൈഹി മിനസ് സമാഇൽ മലായിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ, അതാ മുഅ്മിനായ മനുഷ്യൻ, അവന്റെ പരലോകത്തിനോട്, ഇഹലോകത്തിനോട് വിട പറഞ്ഞുകൊണ്ട് പരലോകത്തിലേക്ക് മുന്നിടുന്ന ആ സമയം, അതായത് മരണത്തിന്റെ സമയം. മരണത്തിന്റെ സമയത്തിൽ അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻക്കുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചും നമുക്ക് കാണാത്ത പല കാര്യങ്ങളെ കുറിച്ചും വ്യക്തമാക്കുന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുക്കലേക്ക് അതാ വെളുത്ത മുഖമുള്ള, വെളുത്ത നിറത്തിലുള്ള, സൂര്യനെ പോലെ ജ്വലിക്കുന്ന മുഖത്തിലുള്ള ചില മലക്കുകൾ അതാ അവനിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, അവരുടെ അടുക്കലുണ്ട്, അവരുടെ അടുക്കൽ സ്വർഗത്തിൽ നിന്നുള്ള കഫം പുടവയുണ്ട്, അവരുടെ അടുക്കൽ സ്വർഗത്തിൽ നിന്നുള്ള കഫം പുടവയുണ്ട്. ഇതുമായിട്ട് അതാ മലക്കുകൾ അവന്റെ അടുക്കലേക്ക് വരുന്നു. അതാ അവൻക്ക് അതുവരെ ഉണ്ടായിരുന്ന, കണ്ണിലുണ്ടായിരുന്ന മറ നീക്കപ്പെടുന്നു. അതെ, ഇപ്പോൾ നമുക്ക് മലക്കുകളെയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ ഗൈബിയായിട്ട് അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളെയോ കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ഈ സന്ദർഭത്തിൽ അത് അവർക്ക് കാണാൻ തുടങ്ങുന്നു. അവന്റെ കാഴ്ച അത് മൂർച്ചയുള്ളതാകുന്നു. ഈ സന്ദർഭത്തിൽ അത് അവൻ കാണുന്നു. തന്റെ അടുക്കലേക്ക് അതാ മലക്കുകൾ വരുന്നു. ഇതുവരെ അവന്റെ കാഴ്ച എത്രത്തോളം അവസാനിക്കുന്നുവോ അതുവരെ മലക്കുകൾ അവൻക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു, അവിടെ ഇരിക്കുന്നു. എന്നാൽ അവരുടെ പ്രത്യേകത എന്താണ്? നല്ല മലക്കുകളാണ്, കാണുമ്പോൾ സന്തോഷമുണ്ടാവുന്ന മലക്കുകളാണ്. അവസാനം അതാ അവന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് പിടിക്കാൻ ഏൽപ്പിച്ച മലക്കുൽ മൗത്ത് അത് അവന്റെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് പറയും, അയ്യതുഹൻ നഫ്സു തയ്യിബ, ഏ നല്ല ആത്മാവേ, ഏ നല്ല ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി റിദ്വാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിലേക്കും തൃപ്തിയിലേക്കും നീ പുറത്തു വരൂ. ഫഖറജ ഫതസീലു കമാ തസീലുൽ ഖത്ര. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ ആ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്നു. അതിനെ കൊണ്ട് അവർ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ കഫം പുടവയിൽ ആ ആത്മാവിനെ അതിൽ പൊതിയുന്നു. സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ അതാ അതിനോടൊപ്പം വെക്കുന്നു. അങ്ങനെ ആ കഫം പുടവക്ക് ആ ആത്മാവിന്റെ മണം ദുനിയാവിലുള്ള ഏറ്റവും വില കൂടിയ, ഏറ്റവും മണമുള്ള കസ്തൂരിയേക്കാൾ മണമുള്ളതാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് അതാ ആ ആത്മാവിനെ കൊണ്ടതാ ഒന്നാം ആകാശത്തേക്ക് പോകുന്നു. ഒന്നാം ആകാശത്തിലെത്തുമ്പോൾ അവിടെയുള്ള മലക്കുകൾ അതാ ആത്മാവിനെ കൊണ്ടുവന്ന മലക്കുകളോട് ചോദിക്കുന്നു, മാ ഹാദാ റൂഹു ത്വയ്യിബ്, ഈ നല്ല ആത്മാവ് എന്താണ്, ഇതാരാണ്? അവർ പറയുന്നു, ഇന്ന ആളുടെ മകൻ ഇന്ന ആളാകുന്നു, ഇന്ന ആളുടെ മകൻ ഇന്ന ആളാകുന്നു, അവൻക്ക് ദുനിയാവിൽ വെച്ച് നൽകിയ ഏറ്റവും നല്ല പേര് അവിടെ പറയുമെന്നുള്ളതാണ്. അങ്ങനെ ആ ആകാശത്തുള്ള മലക്കുകൾ കൂടി രണ്ടാം ആകാശത്തേക്കും പിന്നീട് ഏഴാം ആകാശത്തേക്കും ആ ആത്മാവിനെ കൊണ്ടെത്തിക്കുന്നു. അവിടെ വെച്ച് അവരെ ഇല്ലിയീനിൽ അവന്റെ പേര് എഴുതപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ, എന്റെ അടിമയുടെ ഈ പേര് അവൻക്കുള്ളത് ഇല്ലിയീനിലാണ് അവന്റെ സ്ഥാനമെന്ന് അവനോട് മലക്കുകളോട് പറയുന്നു. വഅയിദു അബ്ദി ഇലൽ അർള്, പിന്നീട് അതാ ഭൂമിയിലേക്ക് ഈ സമയമാകുമ്പോഴേക്കും അവന്റെ കുടുംബക്കാർ, കൂട്ടുകാർ, ഒപ്പമുണ്ടായിരുന്ന ആളുകൾ, ഏത് സമയവും യുവത്വ കാലഘട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അതാ ഖബറിൽ വെച്ച്, ആ ശരീരത്തെ ഖബറിൽ വെച്ച് മയ്യത്തിനെ ഖബറിൽ മറമാറിക്കൊണ്ട് മടങ്ങിപ്പോയിട്ടുണ്ടാകും. ഈ സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ റൂഹിനെ വീണ്ടും ആ ശരീരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ ഖബറിൽ രണ്ട് മലക്കുകൾ വരുന്നു, 3 ചോദ്യങ്ങൾ ചോദിക്കും. അവനെ എണീച്ചിരുത്തും. 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാമത്തെ, സഹോദരങ്ങളെ, മർ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ റബ്ബ്? നമുക്കിപ്പോൾ പറയാൻ സാധിക്കും റബ്ബി അല്ലാഹ്. പക്ഷെ സഹോദരൻ ഖബറിൽ പറയാൻ സാധിക്കണം, അതാണ് വിജയം. ഖബറിൽ പറയാൻ സാധിക്കണമെങ്കിൽ അല്ലാഹു എന്റെ റബ്ബാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അത് അവനോട് ചോദ്യം ചോദിക്കും. മുഅ്മിനായ വ്യക്തി അതിന് മറുപടി പറയും, റബ്ബി അല്ലാഹ്. വീണ്ടും ചോദിക്കും, മാ ദീനുക്, അവൻ പറയും, ദീനി അൽ ഇസ്ലാം, എന്റെ മതം ഇസ്ലാം മതമാകുന്നു. ഇപ്പൊ നമുക്ക് പറയാൻ കഴിയും, ജീവിതത്തിൽ നിസ്കാരമില്ലെങ്കിലും യഥാർത്ഥ വിശ്വാസ കാര്യങ്ങളില്ലെങ്കിൽ പോലും നാവ് കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഖബറിൽ പറയാൻ സാധിക്കുമോ സഹോദരങ്ങളെ? സാധിക്കുമോ? നമ്മുടെ അടുക്കലുള്ള അമലിനനുസരിച്ചായിരിക്കും സഹോദരൻ നമ്മുടെ ഖബറിലുള്ള ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതാ വീണ്ടും മൂന്നാമത്തെ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കും. ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കും. അവൻ പറയും,
ആദാ റസൂലുള്ളാഹ്, ഇത് അള്ളാഹുവിന്റെ ദൂതനായിരുന്നു, അള്ളാഹുവിന്റെ ദൂതനായിരുന്നു എന്ന് പറയും. സഹോദരൻ, നിങ്ങൾ നോക്കൂ, ഈ 3 ചോദ്യങ്ങൾ അവനോട് ചോദിക്കപ്പെടും ഖബറിൽ വെച്ച്. മറ്റു ചില റിവായത്തുകൾ കാണാൻ സാധിക്കും, വമാ ഇൽമുക്, നിന്റെ അറിവ് എന്താണ്? എന്താ നിന്റെ അറിവ്? നിനക്ക് സാധിക്കുമോ സഹോദരങ്ങളെ, നമുക്ക് സാധിക്കുമോ? ദുനിയാവിൽ ഇന്ന ഡിഗ്രി നേടിയിട്ടുണ്ട്, ഇന്ന അറിവുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്, ഞാൻ ഇന്ന ജില്ലയുടെ ജില്ലാ കലക്ടർ ആയിരുന്നു, ഇന്ന സ്ഥലത്തെ MLA ആയിരുന്നു, ഇന്ന രാജ്യത്തിന്റെ രാജാവായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. മുഅ്മിനായ മനുഷ്യൻ പറയും, ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് ഖുർആൻ ഞാൻ പാരായണം ചെയ്തു, ഫആമൻതു ബിഹി വസദ്ദഖ്തു, അതിൽ വിശ്വസിച്ചു, അതിനെ സത്യപ്പെടുത്തി, അതനുസരിച്ച് എന്റെ ജീവിതം പൂർണ്ണമായിരുന്നു എന്ന് അവൻ പറയും. ഇങ്ങനെയുള്ളവനാണ് മുഅ്മിൻ. ആലോചിച്ചു നോക്കൂ സഹോദര, ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കൂ, എന്തെല്ലാം ഉണ്ട് ബാക്കി? നാളെ പരലോകത്ത് ഖബറിൽ വെക്കാൻ നമ്മുടെ അടുക്കൽ എന്തെല്ലാം ഉണ്ട് ബാക്കി എന്നൊരു ചിന്തിച്ചു നോക്കൂ. അതാ ആകാശത്ത് നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുന്നു, സദ്ദഖ അബ്ദി, എന്റെ അടിമ, ഒരടിമയതാ സത്യം പറഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിക്കൊണ്ട് അതാ അവർ പറയുന്നു, അന്ന സദ്ദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് അവൻക്കൊരു വിരിപ്പ് നൽകൂ, സ്വർഗത്തിൽ നിന്ന് അവൻക്കൊരു വിരിപ്പ് നൽകൂ, സ്വർഗത്തിലുള്ള വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കൂ, അവൻക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കൂ എന്ന് അവൻക്ക് ഉള്ള പ്രതിഫലങ്ങൾ ലഭിച്ചു തുടങ്ങി എന്നർത്ഥം. അവന്റെ ഖബർ വിശാലമാക്കി നൽകുന്നു. അങ്ങനെ ആ ശരീരത്തിന്റെ അടുക്കലേക്ക് അതാ മറ്റൊരു രൂപം വരുന്നു. അവൻക്ക് കണ്ണെത്താൻ ഒരു ദൂരത്തിൽ അവന്റെ ഖബർ വിശാലമായിരിക്കും എന്നർത്ഥം. പിന്നീട് അതാ നല്ല മുഖമുള്ള ഒരു മനുഷ്യൻ വരുന്നു, നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ വരുന്നു, കാണുമ്പോ തന്നെ സമാധാനമുള്ള ഒരു മനുഷ്യൻ അവന്റെ അടുക്കലേക്ക് വരുന്നു. ചോദിച്ചു, ഇതാരാണ്? ആ മനുഷ്യൻ പറയും, ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ്, ഈ ദിവസമാകുന്നു നിനക്ക് വാഗ്ദാനം ചെയ്ത ദിവസം എന്ന് പറയും. എന്നവനോട് പറയപ്പെടും. ചോദ്യം ചെയ്ത മലക്കുകൾ അവനോട് പറയുന്ന വാക്കാകുന്നത് എന്തുപറ, അബ്ശിർ ബില്ലദീ യസ്സറക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സന്തോഷം നൽകിയതിൽ നീ സന്തോഷവാനാവുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ഈ നിഅമത്തിൽ സന്തോഷവാനാവുക എന്ന് പറയും. അങ്ങനെ അവന്റെ അടുക്കലേക്ക് അതാ മനുഷ്യൻ കയറി വരുന്നു, നല്ല മുഖമുള്ള മനുഷ്യൻ. ആ മനുഷ്യനോട് ചോദിക്കും, നീ ആരാണ്? ആ മനുഷ്യൻ പറയും, നിന്റെ നന്മകളാകുന്നു ഞാൻ, നീ ദുനിയാവിൽ ചെയ്ത നന്മകളാകുന്നു ഇത്. അന അമലുക സാലിഹ്, ഞാൻ നിന്റെ നല്ല പ്രവർത്തനങ്ങളാകുന്നു എന്ന് പറയും. അവൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഫയഖൂലു റബ്ബി അഖിമിസ് സാഅ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ അത് അടുപ്പിക്കണമേ, അത് പെട്ടെന്ന് നടത്തണമേ. അഖിമിസ് സാഅ, എന്തിനു വേണ്ടി? അവന്റെ ഖൈറുകൾക്ക് മുന്നിടാൻ വേണ്ടി. അവൻ ഈ ലോകത്ത് സഹോദരങ്ങളെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്നവനായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവനായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്തുകൾ നൽകുന്നവനായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി പാലിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയും, അഖിമിസ് സാഅ, അല്ലാഹു ഖിയാമത്ത് നാൾ പെട്ടെന്ന് ഉണ്ടാക്കണമേ, അതിനുള്ള ആഗ്രഹം കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരമുള്ള മുഅ്മിനീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ഒരു മുഅ്മിന്റെ മരണ സമയത്തുള്ള സന്ദർഭമാണ്. അല്ലാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെങ്കിലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നവരാണെങ്കിലോ എന്തായിരിക്കും അവന്റെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ മരണ സമയത്ത് അതാ അവനിലേക്ക് അതാ മലക്കുകൾ ഇറങ്ങുന്നു. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? കറുത്ത മുഖമുള്ളവരാണ്. അവരുടെ കൂടെ വൃത്തിയില്ലാത്ത നരകത്തിൽ നിന്നുള്ള ഒരു കഫം കൂടെയുണ്ട്. അവന്റെ അടുക്കൽ അവന്റെ കണ്ണെത്തുന്ന ദൂരത്തിൽ അതാ മലക്കുകൾ ഇരിക്കുന്നു. അവസാനം പേടിപ്പെടുത്തുന്ന രൂപത്തിലത് അവന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയും, ഫയഖൂലു അയ്യത്തുൻ നഫ്സുൽ ഖബീസ, ഹേ വൃത്തികെട്ട ആത്മാവേ, ഉഖ്രിജി ഇലാ സഖ്തി മിൻ അല്ലാഹി വ ഗളബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കോപത്തിലേക്കും ദേശത്തിലേക്കും നീ ഇറങ്ങി വരിക എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കോപത്തിലേക്കും ദേശത്തിലേക്കും നീ ഇറങ്ങി വരിക എന്ന് അവനെ പറയും. ഫതഫറഖ ഫീ ജസദിഹി, അങ്ങനെ ആ ആത്മാവത അതിനോടുള്ള ഭയം കൊണ്ട് ആ നഫ്സിന്റെ പല ഭാഗത്തിലേക്ക്, ശരീരത്തിന്റെ പല ഭാഗത്തിലേക്ക് ചിന്നിച്ചിതറും. ആ ആത്മാവിനെ മലക്കുൽ മൗത്ത് പുറത്തേക്കെടുക്കും. ഏതുപോലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നനഞ്ഞ പന്നിയിൽ നിന്നും മുള്ളുകെട്ടുകൾ വലിച്ചെടുക്കുന്നത് പോലെ അത്രയേറെ പ്രയാസപ്പെട്ട് അവന്റെ ആത്മാവിനെ വലിച്ചെടുക്കും. അത്രയും പ്രയാസപ്പെടുത്തി, അത്രയും വേദന ഉണ്ടാകും. മുഅ്മിനീങ്ങളെ കുറിച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ലിൽ മൗതി സഖറാത്ത്,
തീർച്ചയായിട്ടും മരണത്തിന് സക്കറാത്തുൽ വേദനയുണ്ട്, മരണത്തിന് വേദനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് രണ്ടാളുടെ വേദനയുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാളുടെ വേദന ഉണ്ടെങ്കിൽ സഹോദര, തിന്മകൾ നിറഞ്ഞ നന്മകൾ കുറവുള്ള നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് അവന്റെ ശരീരത്തിൽ നിന്നും പ്രയാസത്തോടു കൂടി മലക്കുൽ മൗത്ത് അതാ ആത്മാവിനെ വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെ അവനെ വൃത്തികെട്ട ആ കഫംപുടയിൽ പൊതിയുന്നു. അവൻക്ക് ആ കഫംപുടവക്ക് പിന്നീട് ലോകത്ത് ഏറ്റവും വൃത്തികെട്ട മണമായി മാറുന്നു. ഈ കഫംപുടവുമായി അവനെ കൊണ്ട് ആകാശത്തിലേക്ക് മലക്കുകൾ ചെല്ലും. ഒന്നാം ആകാശത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള മലക്കുകൾ ചോദിക്കും, ഈ വൃത്തികെട്ട ആത്മാവ് ആരുടേതാണ്? ഈ വൃത്തികെട്ട ആത്മാവ് ആരുടേതാണ്? ആ മലക്കുകൾ പറയും, ഇന്നയാളുടെ മകൻ ഇന്നയാളാകുന്നു എന്ന് അവിടെ വെച്ച് പറയും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി, സൂറത്തുൽ അഅറാഫിലെ 40-ാമത്തെ ആയത്ത്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് വേണ്ടി ആകാശത്തിലെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ച് നടന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ച് നടന്നവർ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയവർ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകിയവർ, ഇവരെ കുറിച്ച് ഇപ്രകാരം പറയപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, തുബു കിതാബഹു ഫീ സിജ്ജീൻ, സിജ്ജീനിൽ അവന്റെ ഗ്രന്ഥത്തെ എഴുതുക, രേഖപ്പെടുത്തുക എന്ന് പറയും. അതെവിടെയാണ്? ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിൽ. അങ്ങനെ ആകാശത്തു നിന്നും അവന്റെ റൂഹിനെ ഒരു എറിയൽ എറിയുമെന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. ആകാശത്തു നിന്നും ഒരു എറിയൽ എറിയും. അങ്ങനെ ആ ഖബറിലടക്കിയിട്ടുള്ള മണ്ണിലടക്കിയിട്ടുള്ള ആ ശരീരത്തിലേക്ക് ആത്മാവ് വന്നെത്തുകയും പിന്നീട് രണ്ട് മലക്കുകൾ അവനോട് ചോദ്യം ചെയ്യാൻ അവന്റെ അടുക്കൽ വരികയും ചെയ്യും. ഈ സന്ദർഭത്തിൽ അവനോട് ചോദിക്കും, മർ റബ്ബുക്? ഫയഖൂൽ, അവൻ പറയും, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയുകയില്ല. ഫയഖൂലാൻ, വീണ്ടും ചോദിക്കും, മാ ദീനുക്, എന്താണ് നിന്റെ ദീന്? ഫയഖൂലു, അവൻ പറയും, ഹാ ഹാ ലാ അദ്രി, അവൻക്കറിയുകയില്ല. അതുപോലെ തന്നെ വീണ്ടും ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കും. അവൻ പറയും, അറിയുകയില്ല. ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും, അവരതാ മലക്കുകൾ ശക്തമായിട്ടുള്ള അടി അവനെ അടിക്കുന്നു എന്നുള്ളത്. ശക്തമായിട്ടുള്ള അടി അവനെ അടിക്കുമെന്നുള്ളതാണ്. അവന്റെ മുരൾച്ച, അവന്റെ പ്രയാസത്തിന്റെ ശബ്ദം ഭൂമിയിലുള്ള എല്ലാവരും കേൾക്കും, മനുഷ്യനൊഴികെ ബാക്കി എല്ലാവരും കേൾക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചായി കാണാൻ സാധിക്കും. അങ്ങനെ ആകാശത്തു നിന്നും വിളിച്ചു പറയും, അന്ന കദ്ദബ അബ്ദി, എന്റെ അടിമത കളവാക്കിയിരിക്കുന്നു, എന്റെ അടിമത കളവാക്കിയിരിക്കുന്നു എന്ന് പറയും. ഫഅഫ്രിഷൂ മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു വിരിപ്പ് അവനക്ക് വിരിച്ചു നൽകുക എന്ന് പറയും. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവൻക്ക് തുറന്നു നൽകുക. ഫയഅതീഹി മിൻ ഹദ്ദിഹാ വസുമൂമിഹാ വദീഖു അലൈഹി ഖബറു, നരകത്തിൽ നിന്നുള്ള ആ ചൂടും ആ കറുത്ത പുകയും ആ പ്രയാസവും അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അവന്റെ ഖബർ കുടുസായി മാറുന്നു. സുബ്ഹാനല്ലാഹ്. രണ്ടുപേരുടെയും അവസ്ഥ നിങ്ങൾ നോക്കൂ. ഏതുവരെ അവന്റെ ഖബർ കുടുസാകും? അവന്റെ വാര്യലുകൾ പരസ്പരം കോർക്കുന്നത് വരെ അവന്റെ ഖബർ കുടുസാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവനോട് പറയും, ഒരു വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു മനുഷ്യൻ അവന്റെ അടുക്കിലേക്ക് വരുന്നു. എന്നിട്ട് അവനോട് പറയും, അബ്ശിർ ബില്ലദീ യസൂഉക്, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മോശം കാര്യം കൊണ്ട് നീ സന്തോഷിക്കുക. അവൻ പരിഹസിച്ചുകൊണ്ട് പറയുമെന്നുള്ളതാണ്. പരിഹാസത്തോടു കൂടി അവനെ കളിയാക്കുമെന്നുള്ളതാണ്. സഹോദരൻ, മനസ്സിൽ ലഭിക്കുന്ന പരിഹാസം അതാണ് ഏറ്റവും വലിയ ശിക്ഷ. ശരീരത്തിൽ ലഭിക്കുന്നത് ഒരു പക്ഷേ അതിനൊരു പരിധി ഉണ്ടായിരിക്കും. പക്ഷെ മനസ്സിൽ ലഭിക്കുന്നതിൽ മനുഷ്യന് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെ അവനെ പരിഹസിക്കുമെന്നുള്ളതാണ്. ഇതും പറയും, ഹാദാ യൗമുകുല്ലദീ കുൻത തുഅദ്, നിനക്ക് കരാർ ചെയ്യപ്പെട്ട, നീ കളവാക്കിയിരുന്ന, സത്യവിശ്വാസികളെ പ്രയാസപ്പെടുത്തിയിരുന്ന, നിനക്ക് കരാർ ചെയ്യപ്പെട്ട ആ ദിവസം, സഹോദരങ്ങളെ, ആ ദിവസം ഇതാകുന്നു എന്ന് അവനോട് പറയപ്പെടും. ഫയഖൂലു, അപ്പോൾ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കും, മൻ അൻത, നീ ആരാണ്? ഫവജ്ഹുകൽ വജ്ഹുൽ ലദീ യജീഉ ബിശർ, നിന്റെ മുഖം ശർറ് കൊണ്ടുവന്ന ഒരുത്തനെ പോലെ ഉണ്ടല്ലോ, തിന്മകൾ കൊണ്ട് വൃത്തികേടുള്ള ഒരു മുഖമാണല്ലോ നിന്റെ എന്നുള്ള രൂപത്തിൽ അവൻ ചോദിക്കും. ഫയഖൂലു, അവൻ പറയും, അന അമലുകൽ ഖബീസ്, ഞാൻ നിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങളാകുന്നു. അതെ, ആരും കൈ കാണാതെ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ,
ആരും അറിയാതെ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യാതെ വിട്ടുപോയ പ്രവർത്തനങ്ങൾ, തിന്മകൾ, അതാകുന്നു വൃത്തികെട്ട മനുഷ്യന്റെ രൂപത്തിൽ വന്നത്. ഫയഖൂലു, അവൻ പറയും, റബ്ബി ലാ തഖുമുസ്സാഅ, അല്ലാഹുവേ അന്ത്യനാൾ അടുപ്പിക്കരുതേ എന്ന് അവൻ ദുആ ചെയ്യുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ രണ്ട് അവസ്ഥയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, അത് മനുഷ്യൻ തീരുമാനിക്കണം. മനുഷ്യൻ ഇന്ന് തന്നെ തീരുമാനിക്കണം. നമ്മൾ ഇന്ന് ഈ മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീരുമാനമെടുക്കണം, എനിക്ക് മുഅ്മിനായി കൊണ്ട് മരിക്കണോ, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ നരകം വാഗ്ദാനം ചെയ്ത സത്യനിഷേധിയായിക്കൊണ്ട് മരിക്കണോ എന്നുള്ളത് ഇന്ന് തന്നെ തീരുമാനമെടുക്കണം. അതിനനുസരിച്ചുള്ള ജീവിത വ്യത്യാസം ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ വേണം എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ. അത് പഠിക്കണം. നമ്മളെല്ലാവരും മദ്രസയിൽ പണ്ട് പഠിച്ച 4-5 വർഷമുള്ള ദീനുള്ളത്. സഹോദരൻ ജനിച്ച് മരിക്കുന്നത് വരെ ദീൻ ആവശ്യമാണ്. അത് പഠിക്കാൻ ശ്രമിക്കണം. ഖുർആൻ പഠിക്കണം. ഖുർആന്റെ അർത്ഥങ്ങളും അതുപോലെ തന്നെ വിശദീകരണങ്ങളും പഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എപ്രകാരമായിരുന്നു എന്നുള്ളത് പഠിക്കണം. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ തേടണം. അതിനുള്ള മാർഗങ്ങൾ ദീനുൽ ഇസ്ലാമിൽ വിശദമായി കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി ചോദിക്കുക, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് എന്നോട് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങൾ, ഇപ്പോൾ നമ്മൾ മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തിലെ ആശൂറ എന്ന 10-ാം ദിവസം, മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസം സുന്നത്ത് നോമ്പുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, സിയാമു യൗമ ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു. ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പുള്ള ഒരു വർഷത്തെ ശിക്ഷ ഈ യൗമു ആശൂറ മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസം നോമ്പെടുത്തവർക്ക്, 10-ാം തീയതി നോമ്പെടുത്തവർക്ക് ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു നൽകുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അമലു സ്വാലിഹാത്തുകൾ മുന്നേറുക, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ ജീവിതം എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ജീവിതം എന്നുള്ളത് ഏത് നിമിഷവും അവസാനിക്കാം. യഥാർത്ഥ പരലോകത്തെ നിഷേധിക്കുകയാണെങ്കിൽ, സത്യനിഷേധിയായിക്കൊണ്ട് മരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ട് പറഞ്ഞുകൊണ്ട്